അപ്പുറം മോഹൻലാൽ എന്ന് പറഞ്ഞൊരു മനുഷ്യനെ എന്തുകൊണ്ട് ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യുന്നില്ല? അല്ലെങ്കിൽ മോഹൻലാൽ എന്ന് പറഞ്ഞ നടനെ പോലെയോ അല്ലെങ്കിൽ മോഹൻലാൽ എന്ന് പറഞ്ഞ അഭിനേതാവിനെ പോലെയോ കലാകാരനെ പോലെയോ നമുക്ക് ഒരിക്കലും ആവാൻ പറ്റില്ല. പക്ഷെ ഒന്ന് ശ്രമിച്ചാൽ മോഹൻലാലിനെ പോലൊരു മനുഷ്യനാവാൻ ചിലപ്പോൾ നമുക്കൊക്കെ സാധിച്ചേക്കാം എന്നൊക്കെയുള്ള ഒരു ചിന്തയില്ല. ഒരു ഇന്റർവ്യൂവിൽ അച്ഛൻ പറഞ്ഞു കുറ്റപ്പെടുത്തും ചെറിയ ചെറിയ കുത്തുവാക്കുകളൊക്കെ പറഞ്ഞപ്പോഴും ഞാൻ അതിനെ എതിർത്തുകൊണ്ട് വേറൊരു ഇന്റർവ്യൂവിൽ അതിനെ ഇത് ചെയ്തുകൊണ്ട് ഞാൻ അച്ഛനെ കൗണ്ടർ ചെയ്തുകൊണ്ട് ഒരു മറുപടി കൊടുക്കുന്നു. ഇതിനൊന്നും വർഷങ്ങളായി എത്രയെത്ര കുത്തുവാക്കുകൾ, എത്രയെത്ര. കഴിഞ്ഞ ദിവസം ലാൽ സാർ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡിന്റെ ചടങ്ങിന് വേണ്ടി വന്നപ്പോ, അതിന്റെ ആദരവായിട്ട് നടന്ന സർക്കാരിന്റെ ചടങ്ങിന് വേണ്ടി വന്നപ്പോ പറഞ്ഞൊരു കാര്യം, വാനോളം നമ്മൾ അദ്ദേഹത്തിനെ പുകഴ്ത്തിയിട്ടുണ്ട്, ഭൂമിയോളം താഴ്ത്തിയിട്ടുമുണ്ട്. പക്ഷേ ഇതിനൊന്നും അന്ന് വരെ ഇന്ന് വരെ അദ്ദേഹം ഒരു മറുപടി കൊടുക്കാനോ അല്ലെങ്കിൽ അതിനെയൊക്കെ വളരെ ലൈറ്റായിട്ട് കണ്ട് ഇത്തരം നെഗറ്റിവിറ്റിനെയൊക്കെ വളരെ പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ട് മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യൻ എങ്ങനെ ഇത്തരം നെഗറ്റിവിറ്റിനെയൊക്കെ മാറ്റിവെക്കുന്നു, അല്ലെങ്കിൽ ഇതിൽ നിന്നൊക്കെ മാറി ഇതിനെയൊക്കെ ക്ഷമിച്ചു കൊടുക്കാനും, അല്ലെങ്കിൽ അതിനുശേഷം ഹൃദയപൂർവ്വത്തിന്റെ സെറ്റില് വെച്ച് അച്ഛൻ കുറെ വർഷങ്ങൾക്ക് ശേഷം ലാൽ സാറിനെ കണ്ടപ്പോൾ അച്ഛൻ അദ്ദേഹത്തിനോട് പോയിട്ട് ഞാൻ പറഞ്ഞതിൽ ലാലിന് വിഷമം തോന്നില്ല, എന്നോട് ക്ഷമിക്കൂ എന്ന് പറഞ്ഞപ്പോ ഒരു ചെറിയ ചിരിയോടുകൂടി ശ്രീനി അതൊക്കെ വിടടോ എന്ന് പറയാൻ മാത്രമുള്ള മനസ്സ് ലോകത്ത് ഇദ്ദേഹത്തിനല്ലാതെ വേറൊരാൾക്കും ഉണ്ടാവില്ല.